കൊച്ചി നഗരത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ഇന്നലെ സംസാരിക്കവേ പറയുകയുണ്ടായി. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊച്ചി നഗരത്തിലെ അറവുശാലയല്ലേ. അറവുശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നഗരഹൃദയത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നതും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തീർപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നടപടിയിലേക്കോ പോകും എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളോ ഇത് പരിഹരിക്കാൻ വേണ്ടുന്ന ശ്രമങ്ങളോ ഒന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഒന്നും നഗരസഭയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ലല്ലോ. എന്താണ് ഇതിന് പിന്നിലുള്ള പ്രശ്നം? ഈ കലൂരില് പ്രവർത്തിക്കുന്ന സ്ലോട്ടർ ഹൗസ് സത്യത്തില് നമ്മളുടെ ഈ പ്രദേശത്തിനും ഈ എറണാകുളം മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു വലിയ ശാപമാണ്. അതിൻ്റെ അകത്തെ മാലിന്യങ്ങൾ ഒരു ചെറിയ മഴ പെയ്താൽ, ഇപ്പൊ നമ്മുടെ കലൂര് മുതൽ കത്രക്കടവിലേക്ക് പോകുന്ന സ്റ്റാർട്ടിംഗ് ഭാഗമായിട്ടുള്ള കലൂര് ആ ഇഗ്നോയുടെ ഭാഗമൊക്കെ കടന്നു പോകുന്നത് വരെ മൂക്കുപൊത്തി നടക്കണം. മെട്രോ സ്റ്റേഷന്റെ ഭാഗത്ത് മൂക്കുപൊത്തി നടക്കണം. ഇതുപോലെ തന്നെയാണ് അറവുശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ. ആ മാലിന്യങ്ങൾ നിബന്ധനകൾക്ക് വിധേയമല്ലാത്ത രീതിയിൽ പേരണ്ടൂർ കനാലിലേക്ക് ഒഴുക്കുന്നത്. മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഇതിന് ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കഴുകി പരസ്പരം പഴിചാരി കുറ്റം ചുമത്തി രക്ഷപ്പെടുന്ന ഒരു സംവിധാനക്രമമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഞാൻ ഇത് പറയാനുള്ള കാരണം, ഞാൻ ഈ അറവുശാലയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കോവിഡിന്റെ ആ സമയത്തൊക്കെ ഇതിന് കുറച്ച് നിബന്ധനകൾ വെച്ചിരുന്നു. അതിനു മുമ്പ് കുറച്ച് നാൾ പൂട്ടിയിടുക സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഒരു 14ഓളം നിബന്ധനകൾ വെച്ചുകൊണ്ട് ആണ് ഇത് തുറക്കാനായിട്ടുള്ള അനുമതി കൊടുത്തത്. ഈ നിബന്ധനകൾ ഇപ്പൊ പാലിക്കുന്നുണ്ടോ? ഒരു തരത്തിലും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിബന്ധനകൾ എന്തൊക്കെയാണോ അതിന്റെ വിപരീതമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രവർത്തിപ്പിക്കുന്നത് കരാറുകാരനാണ്. പക്ഷെ ഇതിന്റെ നടപടിയെടുക്കേണ്ടത് സെക്രട്ടറിയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക്, ആ നിബന്ധനകൾക്ക് വിധേയമല്ലാത്ത രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം, അതിനെ ചോദ്യം ചെയ്യേണ്ടത്, അതിനെതിരെ നടപടിയെടുക്കേണ്ടത് കോർപ്പറേഷന്റെ സെക്രട്ടറി. സത്യത്തിൽ കൊച്ചി നഗരസഭ ഇവിടുത്തെ ജനങ്ങളെ നേരത്തെ നമ്മൾ പലതരത്തിലും ശുചിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ വിഭാഗം പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന സംവിധാനമാണ് ഇതിലൂടെ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ അറവുശാല നമ്മുടെ കലൂരത്തെ സ്ലോട്ടർ ഹൗസ് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പ്രദേശത്ത് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. അവിടേക്ക് ചിലപ്പോൾ ഇത് മാറുമായിരിക്കും നാളെ. നമ്മളുടെ വിഷയം അതല്ല. ഇന്ന് നടക്കുന്ന സ്ലോട്ടർ ഓഫീസ്, ആ സ്ലോട്ടർ ഹൗസ് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കണം. അതിനകത്ത് പറയുന്ന നിബന്ധനകളിൽ ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് എഴുതിയുണ്ടാക്കിയിട്ടുള്ള സാധനമല്ല. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നിട്ടുള്ളതാണ്. അതിനകത്ത് ഏതാണ്ട് പറയുന്ന, ഇതിനകത്ത് അറവുശാല കഴുകുമ്പോൾ ഉണ്ടാകുന്ന തിക്ക് ബ്ലഡ്, വെള്ളം എന്നിവ മലിന ജല ശേഖരണ ടാങ്കിലേക്ക് ശേഖരിച്ച് ബയോഗ്യാസ് പ്ലാന്റ് വഴി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും വരുന്ന സ്ലറി ബ്രഹ്മപുരത്തെ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകാം. മാലിന്യ ശേഖരണ ടാങ്കിൽ ഓവർഫ്ലോ വരികയാണെങ്കിൽ മലിനജലം കോർപ്പറേഷൻ സമർപ്പിച്ച പ്രപ്പോസൽ പ്രകാരം ബ്രഹ്മപുരത്തെ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകണം. മഴവെള്ളം കലരാത്ത രീതിയിൽ മേൽക്കൂരയുള്ള സ്ഥലത്ത് ചാണകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ക്യാമറകള്, നിരീക്ഷണ ക്യാമറകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പരാമർശിക്കുമ്പോഴും ഇതിനെ ഒന്നും ചെവിക്കൊള്ളാതെ കരാറുകാരന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഉദ്യോഗസ്ഥ മേഖല, ആ ഉദ്യോഗസ്ഥ മേഖല നമ്മളെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ശാപമാണ്. അതിനാണ് മാറ്റം വേണ്ടത്. അല്ലെങ്കിൽ പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമല്ലാത്ത രീതിയിലാണ് ചെയ്യണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര് ഇതിന് തീരുമാനമെടുക്കാൻ തയ്യാറാവണം. അവരും എടുക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പൊതുജനങ്ങളെ ഏത് തരത്തിൽ വെല്ലുവിളിക്കാമോ അവരോട് എങ്ങനെ നമുക്ക് എന്താ പറയാ ഞങ്ങളെയൊക്കെ ഈ ഇവിടെ എത്തിച്ച നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് പ്രതിഫലമായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാവുന്ന ഏറ്റവും വലിയ ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ അറവുശാല എന്ന് പറയുന്നത് കലൂരിത്. ഈ അറവുശാലയിൽ നിന്നുള്ള തിക് ബ്ലഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് കനാലിലേക്ക് ഒഴുക്കുന്നതിന്റെ ദൃശ്യങ്ങളും അല്ലെ, ബ്ലഡ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സ് മടുപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മാലിന്യവും ഈ ബ്ലഡും എല്ലാം ചേർന്നുകൊണ്ട് വല്ലാത്തൊരു സ്മെല്ല്, ആ ഭാഗത്തെ കൂടി ദുർഗന്ധം കാരണം പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ഥലത്തെ കൗൺസിലർ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പരാതിപ്പെടാത്തത്? ഞാൻ പറഞ്ഞില്ലേ, ഈ സർക്കാർ മേഖലകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് നടപടിയെടുക്കണം, അല്ലെങ്കിൽ നല്ല ചങ്കൂറ്റത്തോടു കൂടി നേരിടാൻ തയ്യാറാവുന്ന ഒരു ഭരണ നേതൃത്വം വേണം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരണ്ടൂർ കനാലിലേക്ക് ഞാൻ മനസ്സിലാക്കുന്ന സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിന്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വിധിയാണ്, ഓർഡർ. പേരണ്ടൂർ കനാലിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നത് നിരോധിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇത്തരത്തില് ഇത് ചെയ്താൽ ഇന്ന ശിക്ഷ നിയമപ്രകാരം ഇന്ന മാതിരി നിങ്ങൾ അതിന് എന്താ പറയുക ഇതാവും എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് തന്നെ നഗരസഭ ഹൈക്കോടതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയണ കളിയാക്കലാണ്. ഒന്നില്ലെങ്കിൽ അതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പേരണ്ടൂർ കനാലിലേക്ക് ഒഴുക്കുന്ന മലിന ജലത്തിന് തടയിടാനായിട്ടുള്ള സംവിധാനം ഒരുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് മാത്രമൊന്നുമല്ല. ഇപ്പൊ പേരണ്ടൂർ കനാലിലേക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അറവുശാലയിലെ മാലിന്യത്തെക്കാൾ പല ഫ്ലാറ്റുകളിലെയും മാലിന്യങ്ങൾ ഡയറക്റ്റ് തള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ പേരണ്ടൂർ കനാല് എന്ന് പറയുന്നത് ഒരു ശാപമോക്ഷം കാത്തു കിടക്കുന്ന ഒരു പിന്നെ പുഴയാണ് പേരണ്ടൂര്. ഇതാണ്. അപ്പൊ ഈ പറയുന്ന വിഷയത്തില് നഗരസഭ എന്ന് വെച്ചാൽ ഈ വിഷയം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, ഇത് കാലങ്ങളായിട്ടുള്ളതാണ്. എന്നാൽ ഇതിനെതിരെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അത് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഒരു ജനകീയ പ്രക്ഷോഭമോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നതേ ഇല്ല. ജനം ഇത് കണ്ട മട്ടേയില്ല. അല്ല, അങ്ങനെയല്ല. ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള മേഖലകളിലൂടെയുള്ള യാത്രകൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ച ഒരു പൊതുപ്രവർത്തകൻ, അങ്ങനെ രാഷ്ട്രീയ മേഖലയിലുള്ള പല പൊതുപ്രവർത്തകരും ഞാൻ പേരണ്ടൂർ കനാലുമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് മാതിരി അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതികരിച്ച് മടുത്തുപോയി. കാരണം ഒന്നും ചെയ്യില്ല. അതായത് കരാറ് കൊടുക്കുന്ന വ്യവസ്ഥകൾ ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് അവര് നിഷ്കർഷിച്ച രീതിയിലുള്ള നിബന്ധനകൾ അത് പാലിച്ചുകൊണ്ട് ആണ് ഇത് നടക്കുന്നത് എങ്കിൽ ഇന്ന് ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ ആവശ്യം വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ അറവുശാല എന്തായിരുന്നാലും നമ്മളുടെ ഈ ഹൃദയഭാഗത്ത് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഈ പറയുന്ന നമ്മളുടെ ഈ അറവുശാല വലിയൊരു ശാപം തന്നെയാണ്. ഈ അറവുശാലയോട് നമുക്ക് എതിർപ്പില്ല. പക്ഷെ അറവുശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അല്ലെങ്കിൽ സ്ഥലം അത് മെട്രോപൊളിറ്റൻ സിറ്റി, മെട്രോ സ്റ്റേഷൻ അടക്കമുള്ള മേഖലകൾ, അത് ഇരിക്കുന്നിടത്ത സ്ഥലം, അതുപോലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഒരു വലിയ പ്രദേശം, ഒരു സ്ഥലം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇതിന് ഒരു നല്ല തീരുമാനം. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ അറവുശാല അവിടെ നടക്കുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല, ഒരു വിഷയവുമില്ല. പക്ഷേ ഈ പറയുന്ന നിബന്ധനകൾ പാലിക്കാൻ കരാറുകാരനും പാലിപ്പിക്കാൻ നഗരസഭയും, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നവർ അതിൻ്റെ കാര്യങ്ങൾ പുനഃപരിശോധിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതിയെങ്കിലും വേണം. ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇന്ന നിബന്ധനകൾ വെച്ച് നഗരസഭയ്ക്ക് കൊടുത്തു, നഗരസഭ ഒരു ഇന്ന നിബന്ധനകൾ എഴുതി ഒപ്പിട്ട് കരാറുകാരന് കൊടുത്തു, കരാറുകാരന്റെ തോന്നിവാസത്തിന് നടക്കുന്നു. അതുമായിട്ട് ആരെങ്കിലും നഗരസഭയിലെ ഉദ്യോഗസ്ഥൻ ഇന്ന മാതിരിയാണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ അയാളെ പോയി കാണുന്നു, അദ്ദേഹം അതിനു വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ അവിടെ നടത്തി കൊടുത്തുവിടുന്നു. ഇതാണ് നടക്കുന്നത്. ഇതൊരു വലിയ ശാപം തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞത് ഈ പേരണ്ടൂർ കനാല് പോലെ തന്നെ ഇടപ്പള്ളി തോടിന്റെ വിഷയമാണെങ്കിലും പല കനാലുകളും തോടുകളുടെ ഒക്കെ വിഷയം ഇത് തന്നെയാണ്. പലയിടത്തെയും മാലിന്യം തള്ളാനുള്ള അല്ലെങ്കിൽ പലതും കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവന്ന് തള്ളുന്ന
ഒരു ഇടമായിട്ട് ഇതിനെ മാറ്റി. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നഗരസഭയുടെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിചയ പ്രവൃത്തികളും ഈ നമ്മളുടെ എന്താ പറയണേ വേസ്റ്റ് അടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റേ വേസ്റ്റ് തള്ളുന്ന മേഖലകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൈകടത്താനായിട്ട് ശ്രമിക്കുന്നില്ല, അവർ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെയധികം ദോഷം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ പൊതുജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവാത്തത് അവരുടെ സമയക്കുറവ്, പിന്നെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യം കാര്യമില്ല എന്നുള്ള ചിന്താഗതി അവരുടെ ഉള്ളിൽ വന്നു. മുളച്ചുപോയി.